എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക്, കൂടാതെ 6th-ലും 7th-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് GK-യിലൊക്കെ ഇത് ചോദിക്കാറുമുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇനി നിങ്ങൾ ടീച്ചർമാര് ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ എഴുന്നേറ്റ് നിർത്തിച്ചിട്ട് ആ കുട്ടിയോട് പറയുക, നീ നല്ല ഹാപ്പിയിലാണല്ലോ, എപ്പോഴും നല്ല ചിരിച്ച മുഖാണല്ലോ, ഐ ഫീൽ ലൈക്ക് യു ആർ എ സിംബൽ ഓഫ് ഹാപ്പിനെസ്. അതായത് നിങ്ങൾ ടീച്ചർമാര് ക്ലാസ്സിലെ ചിരിച്ച മുഖമുള്ള ഒരു കുട്ടിയെ ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുക. ചിലപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന കുട്ടി ആ ക്ലാസ്സിൽ തന്നെ ഏറ്റവും വികൃതിയായ ഒരു കുട്ടിയായിരിക്കും. എന്നിരുന്നാലും ആ കുട്ടിയോട് നീ എപ്പോഴും ഹാപ്പി ആണല്ലോ, നിന്റെ ചിരിച്ച മുഖാണല്ലോ, നല്ല ഭംഗിയുണ്ട് നിന്റെ ചിരി കാണാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആ കുട്ടിക്ക് സന്തോഷാവും. അതിനുശേഷം നിങ്ങൾ ക്ലാസ്സിൽ മൊത്തത്തിൽ ചോദിക്കുക, കുട്ടികളെ നിങ്ങൾ ഇപ്പോ മൊബൈൽ ഫോണും അതുപോലെ വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? ഇല്ലെങ്കിൽ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഒരുപാട് സിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ ഈ വാട്സപ്പിലൊക്കെ. നമ്മൾ മെസ്സേജ് ഒക്കെ സെൻഡ് ചെയ്യുമ്പോൾ അമ്മയും അച്ഛനൊക്കെ എന്തൊക്കെയോ സിമ്പിൾസ് ഉപയോഗിക്കുന്ന കാണാറില്ലേ? അപ്പൊ അതുപോലെ സ്മൈലി അല്ലെ, അതിന്റെ സിമ്പിൾസ് ഉണ്ടാവും. അതുപോലെ ഹാപ്പിനെസ്, അതുപോലെ എന്തൊക്കെയോ സിമ്പിൾസ് ഉണ്ട്. ടീച്ചർക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. അപ്പോ ഇങ്ങനെയുള്ള സിമ്പിൾസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും സിമ്പിൾസ് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ സമയത്ത് കുട്ടികൾക്ക് ചിലപ്പോൾ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പൊ നിങ്ങൾ ടീച്ചർമാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇതുപോലെ ഒരു പ്ലസ് സൈൻ ബോർഡിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക, ഇതുപോലൊരു പ്ലസ് സൈൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് എന്തിന്റെ സിമ്പലാണ്? ആർക്കെങ്കിലും അറിയോ? എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും മാം അത് ഹോസ്പിറ്റലിന്റെ സിമ്പലാണ് എന്ന് പറയാൻ ഒരു സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം നിങ്ങൾ ടീച്ചർമാരെ ക്രിക്കറ്റ് IPL-ന്റെ സിമ്പല്, പിന്നെ എന്തെങ്കിലും കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ സിമ്പല്, അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫ്ലാഷ് കാർഡ് വഴി കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പൊ അത് കാണുമ്പോൾ എന്തായാലും കുട്ടികള് പറയാതിരിക്കില്ല, ആ ടീച്ചറെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ അറിയാമെന്ന് എന്തായാലും കുട്ടികൾ പറയാതിരിക്കില്ല. ഇനിയിപ്പോ ഡെമോ ക്ലാസ്സിലായാലും അതുപോലെ നോർമൽ ക്ലാസ്സിലായാലും ഇതുപോലെ കുട്ടികളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് അവരെ എന്റർടൈൻ ചെയ്യിച്ച് വേണം നമ്മൾ ടോപ്പിക്കിലേക്ക് എത്തിക്കാൻ. ഇനി നിങ്ങൾ ടീച്ചർമാർ കുട്ടികളോട് ചോദിക്കുക, കുട്ടികളെ നമ്മുടെ രാജ്യത്തിന്റെ പേരെന്താണ്? ഏത് രാജ്യത്താണ് നിങ്ങളിപ്പോ ജീവിക്കുന്നത്? ഓക്കെ, ഇന്ത്യ അല്ലേ? അപ്പോ നിങ്ങൾ ഈ ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു സിമ്പല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സിമ്പിൾ കാണുമ്പോ ഇത് എന്റെ രാജ്യത്തിന്റെ, എന്റെ ഇന്ത്യയുടെ സിമ്പിൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിലപ്പോ കുട്ടികള് ഓർമ്മയുണ്ട് ടീച്ചറെ, ഫ്ലാഗ് അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് എനിക്കറിയാം ടീച്ചറെ, നമുക്ക് ചിലപ്പോ പറയാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ടീച്ചർമാർ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മുടെ നാഷണൽ സിമ്പിൾസിന്റെ ഫ്ലാഷ് കാർഡ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ട് കൊണ്ടുവരാം. ഇപ്പോ നാഷണൽ ഫ്ലവറും അതുപോലെ നമ്മുടെ ഫ്ലാഗും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാലോ. കടുവേനെ നമുക്കിപ്പോ കൊണ്ടുവരാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് അല്ലെ, ഇപ്പൊ ഒരുപാട് ടോയ്സ് നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ടൈഗറിന്റെ ഒക്കെ ടോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ അത് കുട്ടികൾക്ക് കൊടുക്കുക. അവരുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുക, മാറി മാറി ഓരോ കുട്ടികൾക്കും കൊടുക്കുക. എന്നിട്ട് അവരോട് തന്നെ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പറയുക. അങ്ങനെ അതുവഴി നിങ്ങൾ നാഷണൽ സിമ്പിൾസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ ചില ടീച്ചർമാർ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാപ്പാ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്, നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതിലുള്ള കാര്യങ്ങൾ അങ്ങനെ ജസ്റ്റ് കുട്ടികൾക്ക് ഡയറക്റ്റ് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരെ. ഇനിയിപ്പോ നോർമൽ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരായാലും അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കുട്ടികളെ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ ഒരു എനർജറ്റിക് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച്, ഇത് ചിലപ്പോ ചില ആളുകൾക്ക് ഒരു എന്താ പറയാ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാം. പക്ഷെ എന്നാലും ഇങ്ങനെ ചിന്തിക്കുന്ന ടീച്ചർമാർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഒരുപാട് തിരക്കുള്ള ടീച്ചർമാരാണ് അല്ലെ, ഒരുപാട് ജോലി തിരക്കുണ്ട് ടീച്ചർമാർക്ക്. അപ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയാൽ അവർക്ക് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക്ക്, ഒരു ചാപ്റ്റർ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെയാണ്. അതായത് നാഷണൽ സിംബൽസ് പഠിപ്പിക്കാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാനിപ്പോ നിങ്ങൾക്ക്
പറഞ്ഞു തന്നത്. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.